സ്വിഗ്ഗി സൊമാറ്റോ വഴിയിട്ട് മദ്യം ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ സർക്കാർ കൊണ്ടുവരുന്ന ഒരു തീരുമാനത്തിലേക്ക് വരുവാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? കൊണ്ടുവരട്ടെ, ഇവിടെ നിൽക്കേണ്ടി വരുന്നില്ല, എന്നാലും കെട്ടിയിരുന്ന് വാങ്ങിക്കാമല്ലോ. മദ്യം നിരോധിച്ചാൽ കുടുംബങ്ങൾ രമ്യമാവും സന്തോഷമാവും, മറ്റും തരത്തിലുള്ള ജീവിതങ്ങളെല്ലാം മാറും. അത് ശരിയല്ല. ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുന്ന് വായിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇതിൽ ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ നല്ലതെന്നേ പറയാൻ പറ്റും. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങി ശകലം വാങ്ങിച്ച് കഴിക്കും വീട്ടിൽ പോകാൻ, അല്ലാതെ ഓൺലൈൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണ്. ക്യൂവിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും മദ്യം വാങ്ങിക്കുന്നത്. സാധാരണക്കാരിൽ പലരും ക്യൂവിൽ നിന്നും ബാറിൽ പോയുമൊക്കെയാണ് മദ്യം വാങ്ങിക്കുന്നത് പതിവ്. എന്നാൽ ഇനി മുതൽ സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയും മദ്യം വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയാണ്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ മാക്സിമം മദ്യം വന്ന് മേടിക്കുവാണെങ്കിൽ ഇപ്പം സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്ത് എന്തായാലും എടുക്കും. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് പിന്നെ എടുക്കേണ്ട ഒരു പ്രൊമോട്ട് ഉണ്ടാവും, ടെൻഡൻസി തോന്നും. അപ്പോൾ വീണ്ടും ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവരും, ചിലപ്പോൾ ഡെലിവറി പോവുകയായിരിക്കും. ചിലപ്പോൾ അവരുടെ അത് പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റത്തില്ല. നല്ലതാണോ ചോദിച്ചാൽ ഞാൻ പറയും നല്ലതല്ലാന്ന്. കാരണം അത് കുറേ മൈനോറിറ്റി മൈനർ പീപ്പിളിന് പോയി എത്തിച്ചേരും. കാരണം ആർക്ക് വേണമെങ്കിൽ സ്വിഗ്ഗി ഓപ്പറേറ്റ് ചെയ്യാം. ഒരു എനിക്ക് തോന്നുന്നു 10 വയസ്സ് കുട്ടിക്ക് ഒരു സ്വിഗ്ഗി ഓപ്പറേറ്റ് ചെയ്യാനുള്ള അറിവുണ്ടാവും. വേണമെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യാം, അവർക്ക് ഓർഡർ ചെയ്ത് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ചീത്തതാണോ ചോദിച്ചാൽ ചീത്തതുമല്ല. കാരണം നമുക്കിപ്പോൾ ബീവറേജിൽ വന്ന് ക്യൂ നിന്ന് സാധനം മേടിക്കുന്നതിനായിട്ട് നല്ലത് അവർക്ക് വന്നിട്ട് അവർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മേടിക്കും ചെയ്യാമല്ലോ. സോ ഇറ്റ് ഡിപ്പെൻസ്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ചീത്തതാണോ ചോദിച്ചാൽ ചീത്തതാണ് അതിന് കൂടുതൽ. പക്ഷേ അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഫിൽട്രേഷൻ കൊണ്ടുവരണം. ഇത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഏജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ഇതിൻ്റെ യൂട്യൂബിലൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു ന്യൂസ്. ഒരു രാജ്യങ്ങളിൽ ഇങ്ങനെ ഓൺലൈൻ വഴി ഇപ്പം പറഞ്ഞ പോലെ കൊടുക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തും അങ്ങനെ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നുവെച്ചാൽ വലിയ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ വെളിയിലൊക്കെ ആണെങ്കിൽ ശരിയാണ്, എല്ലാവർക്കും ജോലി പോയി വരുമ്പോൾ ലേറ്റാവും. അങ്ങനെ ആകുമ്പം ഓൺലൈൻ വഴി ഇങ്ങനെ കൊണ്ട് യൂബർ അങ്ങനെയൊക്കെ സെമോറ്റിക്ക് അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഇതിനോട് ഇവിടെ അങ്ങനെ വരാതിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായം. സംഭവം നല്ല കാര്യമാണ്. ഇപ്പോൾ പോയി കഷ്ടപ്പെടണ്ട, നമുക്ക് ക്യൂ നിൽക്കണ്ട. ഇതാകുമ്പം വീട്ടിൽ വരാം, വണ്ടിക്കൂലി എല്ലാം ലാഭിക്കാം, സമയം ലാഭിക്കാം. അത് നല്ലതല്ലേ ഓൺലൈനിൽ വരണം? നല്ലതാണ്, നല്ലതാണ്. എന്താണ് കാര്യം? സമയം ഒഴിവാക്കാം, ക്യൂ ലാഭിക്കാം. നല്ലതായിരിക്കും ആണെന്നാണ് നമ്മൾ കഴിക്കുന്നവർക്ക് അറിയാതെ. നമുക്ക് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞില്ല. എന്നാലും ചിലപ്പോൾ നല്ലതായിരിക്കും. അതെന്ന് വെച്ചാൽ അവർക്കൊരു ജോലിയായി ഇത് വാങ്ങിച്ചു അവരിയ്ക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർ വന്ന് വാങ്ങിക്കാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ പറ്റി നല്ല കാര്യങ്ങളാണ് അതൊക്കെ. അത് നല്ല കാര്യം തന്നെയാണ്. മദ്യം നിരോധിച്ചാൽ കുടുംബങ്ങൾ രമ്യമാവും സന്തോഷമാവും, മറ്റും തരത്തിലുള്ള ജീവിതങ്ങളെല്ലാം മാറും. അടിപിടി വിഷയം, പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാ വിഷയങ്ങളും മാറും. അതാണ് ഏറ്റവും സന്തോഷം. നല്ല അഭിപ്രായമാണ്. കൊണ്ടുവരട്ടെ, ഇവിടെ നിൽക്കേണ്ടി വരുന്നില്ല, എന്നാലും കെട്ടിയിരുന്ന് വാങ്ങിക്കാമല്ലോ. ഇവിടെ മദ്യശാലയാണ്. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ലോട്ടറി കച്ചവടം നടത്തുന്നതാണ്. ഒരുപാട് പേര് എൻ്റെ ലോട്ടറികൾ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ മദ്യം കഴിക്കുന്നത് അപകടകരമാണ്, എന്നാലും മദ്യം കഴിക്കാത്ത ആൾക്കാരില്ല. ചുരുക്കം പറഞ്ഞാൽ അത് ആൾക്കാരുകളാണ്. എന്നാലും അവരവരെ സന്തോഷത്തിനും സങ്കടത്തിനും വേണ്ടിയാണ് അത് കുടിക്കുന്നത്. പ്രയാസം വരുമ്പോൾ കുടിക്കും, സന്തോഷം വരുമ്പോൾ കുടിക്കും. അത് നല്ല ഒരു കാര്യമാണെന്നാണ് പറയണത്. നമ്മളെ പോലെയുള്ള കച്ചവടക്കാർക്ക് ശകലം കച്ചവടം കുറയും. കാരണം ഇവിടെ ആൾ വന്നാലേ നമുക്ക് ടിക്കറ്റ് കച്ചവടം പോകും. അപ്പം നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ബിസിനസ് കുറയും. നമ്മളിതുകൊണ്ടാണ് കഞ്ഞികൂടി നടന്നത്. ഡെലിവറി ഇങ്ങനെ കൊടുക്കുന്നതിൽ ഒരു നല്ലൊരു കാര്യമാണ്. സ്ഥാപനങ്ങളിലെ വീടില്ല, മറ്റു ഹോസ്റ്റലിലെ ലോഡ്ജിലൊക്കെ കൊണ്ട് കൊടുക്കാമല്ലോ. ഇവിടുത്തെ അത്ര ചില സമയങ്ങൾ ഭയങ്കര തിരക്കായി. നല്ല അഭിപ്രായമല്ല. വീട്ടിലേക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കും. അതൊരിക്കലും ശരിയല്ല. ആപ്പ് വഴിയാകുമ്പം കൊച്ചുകുട്ടികൾ വരെ ഇത് ആപ്പിൽ ബുക്ക് ചെയ്ത് വാങ്ങും. അന്ന് രക്ഷകർത്താക്കൾ അറിയില്ല. മറ്റേ ഈ ബിവറേജിൽ പോയി വാങ്ങിക്കുമ്പം ക്യൂവിൽ നിൽക്കുമ്പം പരിചയക്കാർ കാണും, ബന്ധുക്കൾ കാണും. അവർ കാണുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടാവും. അത് ഒരിക്കലും ഗവൺമെൻറ് വച്ച് പുലർത്താൻ പാടില്ല. ഈ ആപ്പ് വഴിയുള്ള മദ്യം കൊടുക്കുന്നത് നിരോധിക്കണം. ഒരിക്കലും ശരി. ഈ മറ്റേ മയക്കുമരുന്ന് എല്ലാത്തിനും ഒരു
പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഗവൺമെൻറ് തടസ്സപ്പെടുത്താനുള്ളതിന് മദ്യം ആപ്പൊഴി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നശിക്കുകയല്ലേ ചെയ്യുന്നത്. ആർക്കും ആപ്പൊഴി ബുക്ക് ചെയ്യാമല്ലോ, ബുക്ക് ചെയ്ത് രഹസ്യമായിട്ട് അവർ കുടിക്കാം, പുറത്തറിയുന്നില്ലല്ലോ. മറ്റേ ബിവറേജിൽ പോയി നിൽക്കുമ്പം ഞാൻ പോയി എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ മോൻ പോയി നിൽക്കുമ്പോൾ എൻ്റെ പരിചയക്കാരുമാണ്, അവൻ ഇതേ ബിവറേജിൽ നിന്ന് സാധനം വാങ്ങുന്ന കാണുകയാണ് എന്ന് എന്നോട് വന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കുറച്ചൊരു പേടി കാണും. ഇത് പേടിയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ആപ്പൊഴി ആയി കഴിഞ്ഞാൽ പോയി നശിച്ചു. അത് ശരിയല്ല. ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ചിലവർ കുടിച്ചിട്ടൊക്കെയാണ് രണ്ടാമത് ബിവറേജിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ ചില കുറേ ആക്സിഡൻ്റ് ഒക്കെ ഒഴിവാകാറുണ്ട്. പിന്നെ പോലീസ് കേസൊക്കെ അങ്ങനെ കുറേ അവർക്ക് അത് ബുദ്ധിമുട്ടാകും. ഡെലിവറി നടത്താൻ നല്ലതായിരിക്കും. യൂത്തായിട്ട് മദ്യം ആൽക്കഹോളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ സ്വിഗ്ഗി വഴി സൊമാറ്റോ വഴി കൊടുക്കുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു തെറ്റായ തീരുമാനമാണ്. കാരണം ഇപ്പം തന്നെ ഒരുപാട് ഫാമിലീസിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ആൽക്കഹോള് അതൊരു ഒരു അഴുക്ക കണ്ടൻ്റായിട്ട് വരുന്നുണ്ട്. മദ്യം എന്നുള്ളത് ഒരു അഴുക്ക കണ്ടൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പം സ്വിഗ്ഗി വഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു മദ്യം വാങ്ങുന്നത് എളുപ്പ വഴിയായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം യൂത്തിൻ്റെ ഇടയിൽ ഇപ്പം മദ്യം നല്ല ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി സ്വിഗ്ഗി വഴി സൊമാറ്റോ വഴിയും കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു തെറ്റായ തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വീണ്ടും അടിയാണ്. നോർമലി എന്താ പറയാൻ സ്വിഗ്ഗി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ അത് ബാധിക്കുന്ന ഈ ഒരു ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അത് ബാധിക്കുന്നത് കൂടുതൽ ഓട്ടോ ഡ്രൈവർമാരെ ആയിരിക്കും. അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാര്യം വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വീട്ടിലെത്തും. അപ്പോൾ ഞങ്ങളെ പോലുള്ള നോർമലി ഓട്ടം കുറയും. കാര്യം നമ്മൾ ഒരു 5 മണിക്ക് ശേഷം 5 മണി തൊട്ട് ഒരു 9 മണി വരെയാണ് ഏറ്റവും കൂടുതൽ ഓട്ടോക്കാർക്ക് ബിവറേജ് ഓട്ടം കിട്ടുന്നത്. അപ്പം ഞങ്ങളെ ഈ സിറ്റിയിലായാലും ശരി തന്നെ നാട്ടുമ്പുറത്തായാലും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നോർമലി ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വീണ്ടും ഒരു അടി തന്നെയാണ്. ഉറപ്പായിട്ട് നെഗറ്റീവായിട്ട് വരും 100%. അതിൽ ഞങ്ങൾക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് എളുപ്പമായിരിക്കും. കാര്യം അവർക്ക് ലാഭമാണ്. കൊണ്ടു കൊടുക്കുന്നതിൻ്റെ ചെറിയ ഡെലിവറി ചാർജ് മാത്രം മതിയായിരിക്കും. നോർമലി ഞങ്ങളെപ്പോലുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് നല്ലൊരു അടിയായിരിക്കാനാണ് 90% സാധ്യത. അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് വായിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇതിൽ ഇനിയിപ്പോൾ അങ്ങനെ വന്നാലും നല്ലതെന്നേ പറയാൻ പറ്റൂ. അല്ല അതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്നാലും നമുക്ക് എളുപ്പം തന്നെ നമ്മളെ പോയി അത്യാവശ്യത്തിനുള്ള മദ്യം വാങ്ങിക്കുന്നു, നമ്മളെ വീട്ടിൽ കൊണ്ടുപോകും. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. അത് കുറച്ച് ആൾക്കാരല്ലേ, എല്ലാ ജനങ്ങളും നമ്മളെ കൂടെ ഉള്ളവരെ. അവരുടെ കൂടെ നമ്മൾ വാങ്ങിക്കുന്നതിൽ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങി ശകലം വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ പോകാൻ. അല്ലാതെ ഓൺലൈൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം മക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് മോശമാണ്. പെൺമക്കളുണ്ടായിരുന്നു അത് മോശം, ആ മക്കളുണ്ട്. എനിക്ക് 2 ആൺമക്കളാണ്, 2 ജോലിയാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ക് ഓൺലൈൻ വേണ്ട. അവർക്ക് ആവശ്യമുള്ള വാങ്ങിച്ച് കഴിക്കുക. കാരണം മക്കളെ ബുദ്ധിമുട്ടിക്കുക. നാളെ നമ്മളിങ്ങനെ ആയി, മക്കളങ്ങനെ ആവാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം റോട്ടിൽ കിടക്കണമല്ലോ, വീട്ടിൽ കിടന്നല്ലോ കുടിച്ചിട്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയത്തിൽ ഞാൻ നോ എന്നേ പറയുള്ളൂ. കാരണം ഞാൻ മദ്യപിക്കാറില്ല, എൻ്റെ കൂടെയുള്ളവരെ ഞാൻ മദ്യപിക്കാൻ സമ്മതിക്കാറില്ല. അപ്പം അങ്ങനൊരു ഓപ്ഷൻ വരുന്നത് ഇപ്പോഴേ യൂത്ത് ആൽക്കഹോളിനും ഡ്രഗ്സിനും ഒക്കെ അടിമകളാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിലും ഇത് വരുമ്പോൾ അവർക്ക് കൂടുതൽ എളുപ്പമാവേ ഉള്ളൂ. അപ്പം അത് യൂത്തിനെ വീണ്ടും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ ഒരു തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു പബ്ലിക് ഒപ്പീനിയനുമായി വീണ്ടും കാണാം. Until then, this is Aisha Hari signing off.